നമ്മൾ മോഹൻലാലിന്റേതായി അടുത്തതായി കാണാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. അതാണ് ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് റിലീസായി എത്താൻ പോകുന്നത്. ഈ ചിത്രം എങ്ങനെയാകും എന്നുള്ള ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിനപ്പുറം ഈ ചിത്രം വളരെയേറെ വ്യത്യസ്തമായിരിക്കും എന്നതാണ്. അതെ, പറഞ്ഞു വരുന്നത് ഈ ചിത്രം മോഹൻലാലിന്റെ ഒരു പ്രേമലു ആയിരിക്കുമെന്നാണ് ഇതിൽ പ്രവർത്തിച്ചവർ പറയുന്നത്. പ്രവർത്തിച്ചവർ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഈ ചിത്രത്തിന്റെ കഥ രചിച്ച ആൾ തന്നെയാണ് ഇത് പറയുന്നത്. അഖിൽ സത്യൻ, സത്യനന്ദിക്കാടിന്റെ മകൻ. എന്താണ് അങ്ങനെ പറയാൻ എന്നല്ലേ പറയാം. മലയാള സിനിമയിലെ എവർഗ്രീൻ കോംബോ എന്ന് വിളിക്കുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും. എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് ഈ ചിത്രം. അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന മോഹൻലാലിന്റെ വാക്കുകൾ ശരിക്കും സ്പെഷ്യലാണ്. കാരണം മോഹൻലാലിന് പോലും അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായി മാറുന്നുണ്ട് ഇതെന്ന് അഖിൽ സത്യൻ പോലും പറയുകയുണ്ടായി ഈ അടുത്ത ദിവസം. സത്യനന്ദിക്കാട് മോഹൻലാൽ ഫിലിമിന്റെ കഥ രചിക്കുകയുണ്ടായത് അഖിൽ സത്യനാണ്. അതൊരു ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു എന്ന് പറയുകയാണിപ്പോൾ. അതിനൊപ്പം തന്നെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവം മായ എന്ന നിവിൻ പോളി ചിത്രത്തിലുമാണ്. ഈ ഒരു സമയത്താണ് അദ്ദേഹം ഹൃദയപൂർവ്വത്തിനും സർവം മായ എന്ന ചിത്രത്തിനും വേണ്ടിയൊക്കെ വർക്ക് ചെയ്തത്. ഈ രണ്ട് ചിത്രവും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുമാണ്. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ്, അതും ബോക്സ് ഓഫീസിലേക്ക് ഒരു പ്രേക്ഷക പിന്തുണയോടെ വരാൻ സാധ്യതയുള്ളത് സർവം മായ എന്ന് തന്നെ പറയുന്നുണ്ട് പലരും. അപ്പോഴാണ് അഖിൽ സത്യൻ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെക്കുറിച്ചും പറയുന്നത്. കൂടാതെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ മ്യൂസിക് സെക്ഷനിൽ പോലും അഖിൽ സത്യൻ വർക്ക് ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. കൂടാതെ അനൂപ് സത്യനാണ് ഈ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി എത്തിയിരിക്കുന്നത്. അഖിൽ സത്യൻ കഥ എഴുതുകയും അനൂപ് സത്യൻ സത്യനന്ദിക്കാടിനൊപ്പം വർക്ക് ചെയ്യുകയും ചെയ്തു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം വളരെ വ്യത്യസ്തമാകുമെന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. രണ്ട് മക്കളുടെ കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ വരുമ്പോൾ ഇതൊരു വ്യത്യസ്തമായ ചിത്രം തന്നെയായിരിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. കൂടാതെ ഇത് ഞങ്ങളുടെ മൂന്നുപേരുടെയും ആദ്യ കൊളാബറേഷൻ ആണെന്നും അഖിൽ സത്യൻ പറയുകയുണ്ടായി. ഇതൊരു ബിഗ് ഡ്രാമയൊന്നുമല്ല ഈ സിനിമ. ഒരു സിമ്പിൾ തീമിൽ വരുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് മോഹൻലാലിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ക്ലീൻ ഡ്രാമയാണ്. ഹ്യൂമറും ഇമോഷനും കലർന്ന ഒരു ക്ലീൻ ഡ്രാമ. അത് വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ തമാശ രൂപേണ ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് മോഹൻലാലിന്റെ പ്രേമലു എന്നാണ്. അതാണ് വളരെ കൗതുകമാകുന്നതും. അഖിൽ സത്യന്റെ ഈ വാക്കുകൾ ശരിക്കും പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മോഹൻലാലിന്റെ പ്രേമലു അതെങ്ങനെയായിരിക്കും വരിക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പ്രേമലു എന്ന് പറയുമ്പോൾ യുവ പ്രേക്ഷകരെ കയ്യിലെടുത്ത ഒരു ചിത്രമാണ്. അപ്പോൾ മോഹൻലാലിന്റെ പ്രേമലു എന്ന് പറയുമ്പോൾ അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹ്യൂമറും ഇമോഷനും കലർന്ന ഒരു ഗംഭീര ചിത്രമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ ഇപ്പോഴേ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമായി ഇത് മാറുന്നുണ്ട്. കാരണം അദ്ദേഹം പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമയെ. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ ലാസ്റ്റ് ഷൂട്ടിംഗ് ഡേയിൽ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഷൂട്ട് ഇത്ര പെട്ടെന്ന് തീർന്നോ എന്ന രീതിയിൽ. അത്രയ്ക്ക് അദ്ദേഹം ഇൻവോൾവ്ഡ് ആയിരുന്നു ഈ ചിത്രത്തിൽ. ഒപ്പം സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടും ഒക്കെ വരുമ്പോൾ അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ മൂന്നുപേരുടെയും കോമ്പിനേഷൻ യാദൃശികമായി സംഭവിച്ചതാണ്, സത്യനന്ദിക്കാടിന്റെയും രണ്ട് മക്കളുടെയും എന്നതുകൂടി അഖിൽ സത്യൻ എടുത്തു പറയുന്നുണ്ട്. അഖിൽ സത്യന് ഒരു ദിവസം ഒരു ഐഡിയ കിട്ടിയിരുന്നു. അത് സത്യനന്ദിക്കാടുമായി ഷെയർ ചെയ്യുകയും അങ്ങനെയാണ് ഈ ചിത്രം തുടങ്ങുന്നതുമെന്നാണ് അഖിൽ സത്യന്റെ വാക്കുകൾ. കൂടാതെ അനൂപ് സത്യനും അഖിൽ സത്യനും ചേർന്ന് ഈ ചിത്രത്തിലെ കുറച്ച് സീനുകൾ എഴുതിയിട്ടുണ്ടെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. രണ്ടുപേരുടെയും സിനിമകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അനൂപ് സത്യന്റെ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രവും അഖിൽ സത്യന്റെ പാച്ചും അത്ഭുത വിളക്കും എന്ന ചിത്രവും. രണ്ട് ചിത്രങ്ങളും രണ്ട് വ്യത്യസ്തമായ കഥകളാണ് പറഞ്ഞത്. എന്നാൽ സത്യനന്ദിക്കാട് ടച്ചുള്ള രണ്ട് സിനിമകളായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരു സിനിമയിൽ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു എന്നറിയാനും ഒപ്പം അച്ഛൻ സത്യനന്ദിക്കാട് തന്നെ ഈ ചിത്രം ഡയറക്ട് ചെയ്യുമ്പോൾ ആ ചിത്രത്തിന് എന്തുമാത്രം വ്യത്യസ്തത ഉണ്ടെന്നും നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാധാ സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാകാൻ ചാൻസ് ഉണ്ട് ഈ ചിത്രവും. കൂടാതെ അഖിൽ സത്യന്റെ ഈ വാക്കുകൾ കൂടെ കേൾക്കുമ്പോൾ ആരാധകർ തന്നെ പറയുന്നുണ്ട് ഇത് ശരിക്കും ഒരു ഗംഭീര ഹ്യൂമറും ഇമോഷനും കലർന്ന ഒരു ഗംഭീര ക്ലീൻ ഡ്രാമ തന്നെ ആയിരിക്കും എന്നത്. അഖിൽ സത്യന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഹൃദയപൂർവ്വം എന്ന ചിത്രം കാത്തിരിക്കുന്നവർക്ക് കൂടുതൽ ആകാംക്ഷ നൽകുന്ന വാക്കുകളും. ഓണത്തിനാണ് നമ്മുടെ മുന്നിലേക്ക് ഹൃദയപൂർവ്വം എത്താൻ പോകുന്നത്. വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രവും. കാരണം ഈ വർഷം വന്ന മോഹൻലാൽ ചിത്രങ്ങൾ അത്രമേൽ പ്രേക്ഷകരിൽ ഇഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഹൃദയപൂർവ്വം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.